കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലും അതിലെ ആറന്മുളയിലും തിരുവല്ലയിലും ഒക്കെ പോയ ഒരാളാണ് ഞങ്ങൾ. ഡിവൈഎഫ്ഐയുടെ പ്രതിനിധികളെ ഞങ്ങൾ പോയി. ശുചീകരണ പ്രവർത്തനത്തിൽ ഇടപെട്ടവരാ ഞങ്ങൾ. അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഇടപെട്ടവരാ ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ്. അവിടെ ഇന്നലെ SNVS സ്കൂളിൽ തിരുവല്ല ടൗണിലുള്ള സ്കൂള്, അവിടെ 500-ലധികം ആളുകളുണ്ട്. ഈ വെള്ളപ്പൊക്കത്തിൽ പ്രയാസം അനുഭവിച്ച് ഈ ക്യാമ്പിൽ 500-ലധികം ആളുകളുണ്ട്. വലിയ ക്യാമ്പാണ്. മുഖ്യമന്ത്രിയുടെ സന്ദർശനം ദിവസങ്ങൾക്ക് ശേഷം ഉണ്ടായി. ആ ക്യാമ്പിലേക്ക് വണ്ടി അങ്ങ് കയറി പോയി. വണ്ടി കയറി ഉടനെ തന്നെ വണ്ടി റിവേഴ്സ് ഇട്ടു. ആ ക്യാമ്പിലെ ജനങ്ങളെ കാണാൻ മുഖ്യമന്ത്രി തയ്യാറായി. എന്താ കാരണം? അദ്ദേഹം പറയണ്ടേ? ഇദ്ദേഹം ഇപ്പോഴും ആ വാചക കസർത്ത് കൊണ്ട് നുണ പറഞ്ഞ് നാട്ടിലാകെ അങ്ങ് വിലസി നടക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം ജീവിക്കുക. എല്ലാവരുടെയും മുഖ്യമന്ത്രി ആവാൻ, എല്ലാവരുടെയും പ്രയാസം കാണാൻ, കേൾക്കാൻ, മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നില്ല. പകവെച്ച് ഇടപെട്ടതാണോ ആ ക്യാമ്പിൽ? അതാണോ? അത് പറ. അങ്ങനെയാണെങ്കിൽ അതാണ്. ആ തിരുവല്ലയിൽ, കാരണം ആ വാർഡ് ജയിച്ചത് അവിടെ ഇടതുപക്ഷ മെമ്പറാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഇന്നലെ സങ്കടത്തോടു കൂടി പറയാ, അവർ പ്രതീക്ഷിച്ച് നിൽക്കുക മുഖ്യമന്ത്രി വരുന്നത്. മുഖ്യമന്ത്രിയുടെ കാർ കയറി പിന്നെ റിവേഴ്സ് ഇട്ട് പോവാണ്. എന്താണ് ഇവരുടെ സമീപനം? ഒരേകോപനവുമില്ല. ഈ ദുരന്ത സമയത്ത് പകച്ചു നിൽക്കുന്നവരായി കേരളത്തിലെ ഈ ഗവൺമെന്റ് മാറി. ഈ നേതൃത്വം തന്നെ ഇങ്ങനെയാണ്. അപ്പൊ നേതൃത്വം ബിരിയാണി കഴിച്ച് അതെന്താ ഭക്ഷണം കഴിക്കാൻ പറ്റും? ഞങ്ങൾ നിങ്ങളോട് ഭക്ഷണം കഴിക്കണ്ടെന്നോ, നിങ്ങൾ സ്വർണ്ണക്കടയുടെ ഉദാഹരണത്തിന് പോകണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളെല്ലാം പോയിക്കോ. ഇത് ശ്രദ്ധിക്കണം, വേണ്ടേ? ഈ കുറച്ച് ദിവസമെങ്കിലും നിങ്ങളുടെ ഈ വാചക കസർത്തും ഈ സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനവും ഈ ബിരിയാണിയും സൽക്കാരവും ഒക്കെ ഒന്ന് ഒഴിവാക്കി ഈ പ്രതിസന്ധി ഉണ്ടാകുമ്പോ നിങ്ങൾ നിന്നാലല്ലേ ബാക്കി ഈ ജീവനക്കാരും ഉദ്യോഗസ്ഥരും ഒക്കെ അതിന്റെ കൂടെ ഒന്ന് സജീവമായി നിൽക്കൂ. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ഈ ഉദ്ഘാടനങ്ങളിൽ നിന്ന് ഉദ്ഘാടനങ്ങളിലേക്ക് ഇങ്ങനെ പോകുമ്പോ, ഈ ജനങ്ങൾ ഈ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോ നിങ്ങൾക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കാൻ സാധിക്കും? അതുകൊണ്ട് അങ്ങയോട് വളരെ വിനയത്തോടു കൂടിയുള്ള അഭ്യർത്ഥന, നിങ്ങൾ വാചക കസർത്ത് കൊണ്ട് മാത്രം മുന്നോട്ട് പോകരുത്. നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിക്കണം. ജനങ്ങളുടെ പ്രതിസന്ധികൾ മനസ്സിലാക്കണം. ഈ പ്രതിസന്ധിയും പ്രയാസവും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ സിസ്റ്റത്തെ കൃത്യമായ രീതിയിൽ ഏകോപനത്തോടുകൂടി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇടപെടലുകൾക്ക് അങ്ങ് നേതൃത്വം കൊടുക്കണം. അല്ലാത്ത പക്ഷം ഞങ്ങൾ ഇങ്ങനെ വന്ന് സമാധാനത്തോടെ റോട്ടിലിരുന്ന് പോകില്ല. ഡിവൈഎഫ്ഐ വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ ആ കൂൾ ഓഫ് ടൈം ഒക്കെ കഴിഞ്ഞു. ഇനി അത് പ്രതീക്ഷിക്കരുത് കേരളത്തോട്. നിങ്ങൾ ഈ നാടിനെ മനസ്സിലാക്കി നാടിന്റെ പ്രയാസങ്ങളോടൊപ്പം നിന്നോ ഭരണത്തിന് നേതൃത്വം കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ പോരാട്ടത്തിലേക്ക് ഡിവൈഎഫ്ഐ പോകും എന്ന് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിച്ചു വെക്കുന്നത്. ഈ സമരം ഒരു സൂചനാ സമരമാണ്. പ്രിയപ്പെട്ട കടലിന്റെ മക്കൾക്ക് വേണ്ടിയുള്ള സമരമാണ്. രാജേഷിന് വേണ്ടിയുള്ള സമരമാണ്. ഡിവൈഎഫ്ഐ ഒരു കാര്യം കൂടി പറയുകയാണ്, നിങ്ങൾ ചെയ്യും അല്ലെങ്കിൽ പ്രഖ്യാപിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇതുവരെ ഞങ്ങൾ നിന്നിരുന്നത്. രാജേഷിന്റെ മൃതദേഹത്തോട് നിങ്ങൾ അനാദരവ് കാണിച്ചു. ഗൗരവമില്ലാതെയാണ് നിങ്ങൾ ആ കാര്യം കൈകാര്യം ചെയ്തത്. അവരുടെ കുടുംബം വലിയ പ്രതിസന്ധിയുള്ള കുടുംബമാണ്. ഈ നാട്ടിൽ ഈ രക്ഷാപ്രവർത്തകർക്കെല്ലാം വലിയ പ്രചോദനമായി ജീവൻ നഷ്ടപ്പെട്ടു പോയ രാജേഷിന്റെ കുടുംബത്തെ ഗവൺമെന്റ് ചേർത്ത് നിർത്തണം. അവരുടെ കുടുംബത്തിന് ജോലി കൊടുക്കണം. അവരുടെ കടബാധ്യതകൾ നിങ്ങൾ ഏറ്റെടുക്കണം.